ഹായ് ഹലോ നമസ്കാരം. സ്ഥിരമായിട്ട് ഞാൻ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ. ആരും ഒരു വീഡിയോ പോലും തിരിഞ്ഞു നോക്കാറില്ല. 20 വ്യൂ, 30 വ്യൂ, 40 വ്യൂ, അതിൻ്റെ മേലെ പോവാത്ത എൻ്റെ വീഡിയോസ് ഇന്നലെ നോക്കുമ്പോൾ 60K, 40K, 30K. പഠിച്ചോന്ന് സ്തുതി, എനിക്കറിയില്ല കേട്ടോ എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ ഈ അൺബോക്സിങ് തന്നെ കുറച്ച് വിപുലമായിട്ട് അങ്ങോട്ട് കാണിച്ചാലോ എന്ന് ഞാനും വിചാരിച്ച്. നല്ല കളർഫുള്ളായിട്ടുള്ള കുറച്ച് കത്തികളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് കൂടുതലും കിച്ചണിൽ ആവശ്യം വരുന്നൊരു ഐറ്റം തന്നെയാണ് കത്തി. ഈ കത്തികളൊക്കെ ഉമ്മാക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഉമ്മ പറയുന്നത് എന്താണെന്നറിയോ, ഇതുപോലത്തെ കത്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പണ്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അത്ര. പക്ഷെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന മൂർച്ചയില്ലാത്ത കത്തിയും ഇവിടുന്ന് കിട്ടുന്ന അതീവ മൂർച്ചയുള്ള കത്തിയും അല്ലാണ്ട് ഇങ്ങനത്തെ ഡിസൈനുള്ളതൊക്കെ ഉമ്മാക്കൊക്കെ ഇപ്പോഴാണോ കിട്ടണേ. സ്വയം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുള്ള കഴിവൊക്കെ ദൈവം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടല്ലേ. എന്നാലും നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് അടുക്കളയിൽ കയറിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. അപൂർവം ചില ആണുങ്ങൾ പുറത്തുള്ളവരും നാട്ടിലുള്ളവരിലും കുറച്ച് പേര് മാത്രമാണ് അടുക്കളയിലൊക്കെ കയറി ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ, ഈ അപൂർവം ചില ആണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നവരുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് പറയാനാണെങ്കിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്, അവരൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഭയങ്കര ടേസ്റ്റാണോ. പണ്ട് ആലയിൽ അടിച്ചു പരത്തി ഉണ്ടാക്കിയിരുന്ന കത്തിയും ഇപ്പോൾ ഫാക്ടറീസിൽ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന കത്തിയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ആലയിൽ ഉണ്ടാക്കുന്ന കത്തിക്ക് അത്ഭുതങ്ങളാണ് കാഴ്ചവെക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിലും ലുക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കത്തികൾ വേറെ ലെവലാണ്. മനുഷ്യന്മാരെ പോലെ തന്നെ ഈ രണ്ട് കത്തികൾക്കും അവരുടേതായ രീതിയിലുള്ള നന്മകളും തിന്മകളും ഉണ്ട് അല്ലേ. എടാ, ഇത് വെച്ച് മുറിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചില്ലറ പരിപാടിയൊന്നുമല്ല കേട്ടോ. ഈ കുറച്ച് കത്തികൾ വാങ്ങിച്ചിട്ട് ഞാൻ സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതെങ്ങാനും എടുത്ത് ഇവിടുത്തെ കുട്ടികളെടുത്ത് പരീക്ഷിക്കുമോ എന്നുള്ള ടെൻഷൻ കാരണം കൊണ്ട്. ആ ഭാരം മൂർച്ചയാണോ, ഓരോന്നിനും ഓരോ തരത്തിലുള്ള മൂർച്ച. ഈ 3 കത്തിക്കും 3 തരത്തിലുള്ള മൂർച്ചകളാണ് കേട്ടോ ഉള്ളത്. പിന്നെ അവർ കൊറിയർ ചെയ്യുന്ന ടൈമിൽ നല്ല സേഫ്റ്റി മെഷേഴ്സൊക്കെ ഇട്ട് അടിപൊളി അടച്ചിട്ടാണ് ഇങ്ങോട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. എനിക്കെന്താണെന്നറിയില്ല, നമുക്ക് അടുക്കളയിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിസൈനുള്ള കത്തി എടുത്ത് അങ്ങനെ യൂസ് ചെയ്യാനാണ് ഒരു ഇഷ്ടം. എൻ്റെ വീട്ടിൽ ആദ്യം നമ്മളെല്ലാവരുടെ വീട്ടിലുണ്ടല്ലോ ഒരു ബ്ലൂ ഡിസൈനുള്ള കത്തി. ആ കത്തി ഇപ്പം ഞാനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് തിരഞ്ഞ് നടക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ മുറിക്കാനൊക്കെ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നത് അടുക്കള ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഈ പാത്രങ്ങളും കത്തികളും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ അത് വാങ്ങാനുള്ളൊരു ത്വര കൂടുതലുണ്ടാവുന്നു. എൻ്റെ ഉമ്മാനെ പോലെ ഉമ്മാനായിട്ട് എപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ ഞങ്ങൾ മന്ത്ലി ഉള്ള ഗ്രോസറീസൊക്കെ വാങ്ങാൻ വേണ്ടി പോവുമായിരിക്കും. പക്ഷേ ഉമ്മ പാത്രങ്ങളും അങ്ങനത്തെ ഐറ്റംസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിവാണ് അങ്ങോട്ട്. പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് അടുക്കളയ്ക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കാണ്ട് ഞങ്ങൾ തിരിച്ചു വരില്ല. അത് ചിലപ്പോൾ ആവശ്യമുള്ളതായിരിക്കാം, ചിലപ്പോൾ